നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് ചന്ദ്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ദശാകാലത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ അനുബന്ധ ദശാകാലങ്ങളും കൂടി ഒന്ന് പറയാമോ? അടുത്ത ദശാകാലം എന്ന് പറയുന്നത് കാർത്തിക, ഉത്രം, ഉത്രാടം എന്ന് പറയുന്ന അനുജന്മ നാളുകളുടെ ദശാകാലമായ സൂര്യദശാകാലമാണ്. അത് 6 വർഷമാണ് അതിൻ്റെ കാലഗണന. അപ്പോൾ നമുക്ക് 23.5 വയസ്സായ കുട്ടിക്ക് ഈ ദശാകാലം പൂർത്തിയായാൽ 29 വയസ്സാകും. അപ്പോൾ ഈ 6 വർഷം എന്ന് പറയുന്നത് സൂര്യദശയുടെ അധീനതയിലായിരിക്കും. അപ്പോൾ അതിൽ 3ആയിട്ട് ഭാഗിക്കുമ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് പാപനാണ്. ശുഭനും പാപനും എന്ന് പറയുന്നതിൽ പാപഗ്രഹമാണ് സൂര്യൻ. അപ്പോൾ സൂര്യൻ്റെ ദശാകാലം കിടക്കുമ്പോൾ ആദ്യത്തെ 2 വർഷം മോശവും അടുത്ത 2 വർഷം ഗുണദോഷ സമ്മിശ്രവും അവസാനത്തെ 2 വർഷം ഗുണവുമായിരിക്കും. ഇങ്ങനെയാണ് പാപഗ്രഹത്തിൻ്റെ ദശാകാലം കിടക്കുന്നത്. അപ്പോൾ ഈ സൂര്യദശാകാലത്തിൻ്റെ വഴിപാട് എന്ന് പറയുന്നത് സൂര്യനെ, രവിയെ നമ്മൾ ശിവനോടാണ് ഉപമിക്കുന്നത്. അപ്പോൾ ഈ 6 വർഷവും ശിവക്ഷേത്രത്തിലാണ് അതിൻ്റെ വഴിപാട് നടക്കുന്നത്. ശിവന് ധാരയും വെള്ളനിവേദ്യവും പിൻവിളക്കും കൂവള പുഷ്പാഞ്ജലിയാണ് ഇതിൻ്റെ സാധാരണ രീതിയിലുള്ള പക്കാപ്പെരുന്നാളിൻ്റെ വഴിപാടുകൾ. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ പിൻവിളക്ക് നടത്തുന്നതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, മുന്നോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ ചിലപ്പോൾ 10 പേര് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ 10 പേരെയും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ 5 പേരെ ശ്രദ്ധിക്കുന്നുണ്ടാവും, 5 പേരെ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ പിൻവിളക്ക് എന്ന് പറയുമ്പോൾ പിന്നിൽ നമ്മളൊന്ന് തോണ്ടുകയാണ്. ഭഗവാനെ എന്നെ ഒന്ന് നോക്കാൻ പറഞ്ഞിട്ട് ഒരു തോണ്ട് അങ്ങനെ തോണ്ടിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ തിരിഞ്ഞു നോക്കും. ആ തിരിഞ്ഞു നോട്ടം എന്നാൽ ഭഗവാൻ നമ്മളിലേക്ക് കടാക്ഷിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പിൻവിളക്കിനാണ് ശിവൻ്റെ നടയിൽ വഴിപാട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു വഴിപാട് പിൻവിളക്കാണ്. ഇതെപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ചിലർ പിൻവിളക്ക് വയ്ക്കാൻ കൊടുക്കുമ്പോൾ ക്ഷേത്ര പൂജാരി ചിലപ്പോൾ ഇതിന് വലിയ താല്പര്യം കാണിക്കാറില്ല. കാരണം അദ്ദേഹത്തിൻ്റെ രീതി ഭഗവാനുള്ളതെല്ലാം കൊടുത്ത് എനിക്കൊന്നും തന്നില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്ന് തന്നെ പറയും. ശിവന് കൂവളത്തിലെ മാല എന്നുള്ള ഒരു വഴിപാടല്ലേ വളരെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാട്. ഏറ്റവും പ്രധാന വഴിപാട് ശിവനെ കൊണ്ട് പിന്നിലേക്ക് നോക്കുക എന്നുള്ളത് തന്നെയാണ്. ഭഗവാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പൊ നമ്മളെ പിന്നിലേക്ക് തോണ്ടി കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കൂലേ? ഇനി എത്ര പേര് ഫ്രണ്ടിലുണ്ടെങ്കിലും പിന്നിലേക്ക് നോക്കൂലേ? നമ്മൾ നോക്കും. അപ്പൊ ആ നോട്ടം, അതായത് ഭഗവാന്റെ ആ ഒരു കടാക്ഷം കിട്ടാൻ വേണ്ടിയാണ് പിൻവിളക്ക്. അപ്പൊ നേദ്യം, അതാണ് വെള്ള നിവേദ്യം. നേദ്യം കൊടുത്തിട്ട് മാത്രമേ ദേവനോട് എല്ലാം ചോദിക്കാൻ പാടുള്ളൂ. അപ്പോൾ നേദ്യത്തിനാണ് പ്രാധാന്യം. അപ്പോൾ നേദ്യം, വെള്ള നിവേദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഭഗവാന് മാല, കൂവളമാല ചാർത്തുന്നുണ്ട് നമ്മൾ. അതുകൊണ്ടാണ് കൂവളപത്ര പുഷ്പാഞ്ജലി എന്ന് പറയുന്നത്. കൂവളപത്രം കൂവളത്തിൻ്റെ ഇലയാണ് കൂവളപത്രം എന്ന് പറയുന്നത്. അപ്പോൾ കൂവളത്തിൻ്റെ ഇല കൊണ്ട് ഭഗവാനെ അർച്ചന ചെയ്യാൻ, അതാണ് വില്വപത്രം. അപ്പോൾ നമ്മൾ ധരിക്കുക ഈ വില്വപത്രം എന്ന് ചില ആചാര്യന്മാർ എഴുതും. വില്വപത്ര പുഷ്പാഞ്ജലി എന്ന് എഴുതും, കൂവളപത്ര പുഷ്പാഞ്ജലി എന്ന് എഴുതും. എന്തെഴുതിയാലും ഇതെല്ലാം വില്വപത്രം എന്ന് പറഞ്ഞാലും കൂവളം തന്നെയാണ്. അപ്പോൾ മെയിൻ വഴിപാട് ഭഗവാന് വെള്ള നിവേദ്യമാണ്. അതേപോലെ ധാര, ഈ പറഞ്ഞ 4 വഴിപാടുകളും ഭഗവാന് പ്രധാനമാണ്. ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള വഴിപാടാണ് പിൻവിളക്ക്. ഇപ്പോൾ പിൻവിളക്ക് 5 രൂപയുള്ളെങ്കിലും അതുകൊണ്ട് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആചാര്യന് 10 രൂപ ദക്ഷിണ കൊടുക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ചെയ്യുള്ളൂ. അതാണ് മുമ്പ് പറഞ്ഞത്. അപ്പോൾ പിൻവിളക്കിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ ദക്ഷിണ കൊടുത്തിട്ട് ചെയ്യിക്കുമ്പോഴാണ് ശരിക്കും ആചാര്യൻ പൂർണ്ണമായിട്ട് ചെയ്യുള്ളൂ. കാരണം അവരുടെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, ദക്ഷിണ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ശാപം, ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ശാപം ഈ പൂജാരിക്ക് കിട്ടുന്നൊരു ഭയം ഉണ്ടാവും. മറിച്ച് വഴിപാട് മാത്രമേ എഴുതിയുള്ളെങ്കിൽ ദേവനാണ് ചെയ്തത്, എനിക്കൊന്നും തന്നില്ല, അതുകൊണ്ട് ചെയ്തില്ലെങ്കിലും ഒരു നിർബന്ധമില്ല എന്നുള്ളൊരു ധാരണയും കൂടിയുണ്ട്. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ എൻ്റെ അടുത്തൊക്കെ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ എഴുതാണെങ്കിൽ പറയാം റെസിഡിൻ്റെ കൂടെ ഒരു ദക്ഷിണം കൂടി വെച്ചേക്കാൻ പറയും. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യാതെ വിടുന്നതിൻ്റെ കാരണമാണ്. അവരോട് ചോദിച്ചാൽ പറയുന്ന മറുപടി. ഇതിൻ്റെയൊക്കെ ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ പഠിച്ചപ്പോൾ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ക്ലാസ് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആചാര്യൻ പറഞ്ഞു, ഒരു ചരട് ജപിച്ചു കൊടുക്കുമ്പോൾ അതിന് ജീവനും പ്രാണനും പ്രതിഷ്ഠയെല്ലാം കൊടുത്ത് കൃത്യമായി മന്ത്രം ഉപയോഗിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഗുരുവായൂരിൽ വന്നിരുന്ന ഒരു സമുദായ അംഗം, അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും ഗുരുനാഥന് എന്ത് വേണമെങ്കിലും പറയാം. കാരണം ഗുരുനാഥന് ഇഷ്ടംപോലെ പൈസയൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് ഗുരുവിന് എന്ത് വേണമെങ്കിലും പറഞ്ഞ് എന്ത് വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല, നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് വേണം ജീവിക്കണമെങ്കിൽ. അപ്പോൾ നമ്മൾ ഇത്രയും സമയം കളഞ്ഞ് ഇതൊക്കെ ജപിച്ച് കൃത്യമായിട്ട് കൊടുത്താലും 10 റുപ്യ തരും, വെറുതെ കൊടുത്താലും 10 റുപ്യ തരും. അപ്പോൾ ആൾ പറഞ്ഞൊരു കാര്യമാണ്. അതായത് എല്ലാം കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തു കൊടുത്താലും ജനം 10 റുപ്യ തരും, ഒന്നും ചെയ്യാതെ കൊടുത്താലും 10 റുപ്യ തരും. അപ്പോൾ പിന്നെ 10 റുപ്യ വാങ്ങിച്ച പോരെ? അപ്പോൾ ഗുരു ഞങ്ങളെ പഠിപ്പിച്ചൊരു കാര്യം, നിങ്ങൾക്ക് 100 രൂപയാണ് ആവശ്യമെങ്കിൽ 100 രൂപ വേണമെന്ന് നിർബന്ധമായിട്ട് പറയുക, ചെയ്യുന്ന പ്രവൃത്തി കൃത്യമായിട്ട് ചെയ്യുക. അല്ലാതെ
ഈ വക ഉടായ്പ് കാണിക്കാൻ പാടില്ല. അതായത് വരുന്ന ഭക്തൻ ഭക്തിയോടുകൂടി ഗുണം കിട്ടുന്ന രീതിയിൽ തന്നെ ആയിരിക്കും വരുന്നത്. അല്ലാതെ എന്തെങ്കിലും കാണിച്ചു കൊടുത്തിട്ട് ആ ഒരു ഗുണം ഭഗവാൻ കൊടുക്കട്ടെ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. താൻ പാതി ദൈവം പാതി എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതുകൊണ്ട് ഈ ശിവന് പിൻവിളക്ക് വളരെ പ്രധാനമാണ്. അതേപോലെ വെള്ള നിവേദ്യം, ധാര കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ നമുക്കും കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ തലയ്ക്കൊക്കെ ഒരുപാട് ചൂടൊക്കെ പിടിക്കുമ്പോൾ തലയ്ക്ക് ധാര കോരാൻ പറയും. അപ്പോൾ അതേപോലെ നമ്മൾ ശിവന് ധാര കോരിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാന് ധാര കോരുമ്പോൾ അത് നമുക്കാണ് അതിൻ്റെ എഫക്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വഴിപാടുകൾ എപ്പോഴും മനസ്സിലാക്കുക, എന്ത് വഴിപാട് ആർക്ക് ചെയ്താലും അതിൻ്റെ ഗുണഭോക്താവ് എപ്പോഴും നമ്മൾ തന്നെ ആയിരിക്കും. അപ്പോൾ വഴിപാട് ദേവനാണെങ്കിലും ഗുണം കിട്ടുന്നത് നമുക്കായിരിക്കും. അതായത് നേരെ രീതിയിൽ ജീവിതത്തിലേക്ക് കടന്നു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കറണ്ട് ബില്ല് അടച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് വെളിച്ചമായിട്ട് പ്രകാശിക്കും. കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ സംഭവം ഉണ്ടാവില്ല, ഇരുട്ടത്തിരിക്കേണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ശിവനാണ് ഈ 6 വർഷവും അതിൻ്റെ അതിദേവൻ. പിന്നെ അതേപോലെ തന്നെ സൂര്യന് പ്രാധാന്യമുണ്ട്, സൂര്യ നമസ്കാരം ചെയ്യാം. പിന്നെ അതേപോലെ വേറെ കാര്യം കൂടി മനസ്സിലാക്കുക, ഈ നവരത്ന കല്ലിൽ മാണിക്യം എന്ന് പറയുന്ന കല്ലാണ് സൂര്യദശയിൽ നിഷ്കർഷിക്കുന്നത്. അങ്ങനെ ഒരു കല്ല് ഒറിജിനൽ നാഗമാണിക്യം കിട്ടാനില്ല എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് കല്ലിൻ്റെ പിന്നാലെ പോവാതിരിക്കുക. ഈ മാണിക്യം ഒറിജിനൽ കിട്ടില്ല. അതിന് പകരമായിട്ട് വേണമെങ്കിൽ നമുക്കതിന് കീർത്തനമുണ്ട്. അർക്കസൂര്യ ഒന്നമോ ഭഗവദേവവും അർക്കസൂര്യ ദിവാകര ഭുവനത്രയത്തിനു നായക ഉൾക്കുരും നിലുദിക്ക നിൻ കൃപ എപ്പോഴും മമ ദൈവമേ തൃകൃതങ്ങളൊഴിച്ചുമാ പരിരക്ഷ ചെയ്വതിനായി ഭുത ആദിത്യ ഭഗവാനെ വണങ്ങുന്നേൻ. ആദിത്യ ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് ആയുസ്സുണ്ടായി വരേണം കിടാങ്ങൾക്ക് ആദിയും മഹാവ്യാധിയും തീർത്ത് രക്ഷിച്ചിടണേ എൻ്റെ ഭഗവാനെ. അങ്ങനെയുള്ള കീർത്തനമുണ്ട്. അത് 3 പ്രാവശ്യം ജപിച്ചിട്ട് നമുക്ക് സൂര്യനെ നോക്കി തൊഴുതാലും ഈ സൂര്യ നമസ്കാരത്തിൻ്റെ തന്നെ ഫലം ഉണ്ടാവും. സൂര്യദശയുടെ ഗുണം സൂര്യനിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ സൂര്യദശ എന്ന് പറയുന്നത് 6 വർഷമാണ്. അതിൻ്റെ അതിൻ്റെ നക്ഷത്രങ്ങൾ കാർത്തിക, ഉത്രം, ഉത്രാടം, ഈ 3 നക്ഷത്രങ്ങളാണ് ഈ സൂര്യദശയുടെ നക്ഷത്രങ്ങളെന്ന് മനസ്സിലാക്കിയിരിക്കുക. അത് കഴിഞ്ഞ് വരുന്നത് ചന്ദ്രദശ കാലഘട്ടമാണ്. ചന്ദ്രദശയുടെ കാലഘട്ടം എന്ന് പറയുന്നത് രോഹിണി, അത്തം, തിരുവോണം, ഈ 3 നക്ഷത്രങ്ങളാണ് ചന്ദ്രദശയുടെ നക്ഷത്രങ്ങൾ. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സുവർണ്ണ കാലഘട്ടമാണ് ചന്ദ്രദശ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിരിക്കുക. ഇത് തന്നെ ചില ആചാര്യന്മാർ തെറ്റിച്ചിട്ട് ചന്ദ്രൻ ചപലചിത്തനാണ്, അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കുക, എപ്പോഴും ഏറ്റവും സുഖകരമായ ഒരു കാലഘട്ടം ചന്ദ്രദശയായിരിക്കും 10 വർഷം. ഈ 10 വർഷം മിസ്സാക്കിയിട്ട് പിന്നീട് രാഹുർദശയിൽ ഗുണം കിട്ടും എന്ന് പറയുന്ന ആചാര്യൻ്റെ ഒക്കെ പിന്നാലെ പോയിട്ടൊന്നും യാതൊരു കാര്യം ഉണ്ടാവില്ല. ഏതൊരു മനുഷ്യനായാലും ചന്ദ്രദശ അത്രയും സൗഭാഗ്യ കാലഘട്ടമായിരിക്കും. അപ്പോൾ ആ 10 വർഷം ചന്ദ്രദശ കടക്കുമ്പോൾ ദേവീപ്രീതി വരുത്തുക. ദേവീപ്രീതി എന്ന് പറയുന്നത് ദുർഗാദേവിയാണ് ചന്ദ്രൻ്റെ അതിദേവത. അപ്പോൾ ദുർഗാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും അതേപോലെ തന്നെ ദുർഗയ്ക്ക് കടും പായസവും ഭാഗ്യസൂക്തവുമാണ് അതിൻ്റെ വഴിപാട്. പക്കാപ്പെരുന്നാളിന് ഈ വഴിപാടുകൾ ചെയ്യിക്കുക. അങ്ങനെ 10 വർഷം ചന്ദ്രദശ. അതേപോലെ തന്നെ ചന്ദ്രദശയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ചന്ദ്രദശ കടക്കുമ്പോൾ വെളുത്തപക്ഷത്തിലെ ചതുർത്ഥിയിൽ, വെളുത്തപക്ഷം എന്ന് പറയുന്നത് കറുത്തവാവ് മുതൽ വെളുത്തുവാവ് വരെയുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ചതുർത്ഥി 4-ാം ദിവസം അന്ന് ഇതേപോലെ ഒരു കീർത്തനമുണ്ട്. അത് ചൊല്ലി ഭഗവാനെ പ്രീതിപ്പെടുത്തുക. ഒന്നമോ ഭഗവദേവും ക്ഷീരസാഗര സമ്പന്ന ലക്ഷ്മിപ്രിയ സഹോദര ഹരം മകുടബാലനാം ബാലചന്ദ്ര നമോ നമ. ഇങ്ങനെ 3 പ്രാവശ്യം ജപിച്ചിട്ട് ഭഗവാനെ നമ്മൾ നിലാവിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ഈ ചന്ദ്രദശ നമുക്ക് സമ്പൂർണ്ണമായിട്ട് ഫലവത്തായിട്ട് വരും. പിന്നെ നിങ്ങളെപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, ഏത് ദശാകാലം കടന്നാലും നമുക്ക് നെഗറ്റീവ് എനർജികൾ പിന്നാലെ കൂടിയിട്ടുണ്ടെങ്കിൽ ഏതൊരു ദശയിൽ ജീവിച്ചാലും യാതൊരു ഗുണവും അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല എന്നുള്ള ഒരു സത്യം എപ്പോഴും മനസ്സിലാക്കുക. നമ്മൾ എല്ലാ എപ്പിസോഡിലും ഇങ്ങനെ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ കളയണമെന്ന് പറയാത്തത്, നിങ്ങൾ സ്ഥിരം എപ്പിസോഡുകൾ കാണുന്ന ഒരാളാണെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഓർപ്പിച്ചാൽ മതി എന്നുള്ളതുകൊണ്ട് മാത്രമാണ് എല്ലാ എപ്പിസോഡിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ എടുത്തു കളയണമെന്ന് പറയാതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യ കാലഘട്ടമായ ചന്ദ്രദശ കാലഘട്ടം, അപ്പോൾ 29.5 വയസ്സ് മുതൽ 39.5 വയസ്സ് വരെയാണ്. ഇപ്പോൾ അതായത് ഒരു 3.5 വയസ്സിൽ കേതുർദശ അനുഭവിച്ച് തീർത്ത ഒരാൾക്ക് വരുന്ന സംഭവം 29 മുതൽ 39 വരെയാണ് ഈ ആളുടെ ഏറ്റവും സൗഭാഗ്യ കാലഘട്ടം കടന്നു പോകുന്നത് എന്നുള്ളത്. അത്രയും ഉത്തമ ബോധത്തോടുകൂടി തന്നെ ജീവിച്ചാൽ ഈ 10 വർഷത്തിൽ 1 വർഷമെങ്കിലും കടന്നിട്ട് അതിൻ്റെ ഒരു ഗുണവും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നല്ല മിടുക്കുള്ള ആസ്ട്രോളജറെ കണ്ടെത്തി ഇതിൻ്റെ എന്താണോ നെഗറ്റീവ് എനർജികൾ അതിനെല്ലാം പിടിച്ച് കളഞ്ഞാൽ മാത്രമേ ചന്ദ്രദശയായിട്ട് അനുഭവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മുൻപ് നമ്മൾ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, പ്രഭുദേവ ഒരു പടത്തിൽ പറഞ്ഞ പോലെ 20 വയസ്സിൽ ആടാമൽ
60 വയസ്സിൽ എന്ന ഭയം എന്ന് പറഞ്ഞ പോലെ 60 വയസ്സിൽ അന്വേഷിച്ചിട്ടൊന്നും ഇതിൻ്റെ പരിഹാരം ഒരിക്കലും കിട്ടില്ല. കാരണം ധനം കിട്ടും, നമ്മളുടെ യൗവനം പോയിട്ടുണ്ടാകും. അതുകൊണ്ട് യൗവനത്തിൽ അനുഭവിക്കേണ്ടത് യൗവനത്തിലും വാർദ്ധക്യത്തിൽ അനുഭവിക്കേണ്ടത് വാർദ്ധക്യത്തിലുമാണ് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യത്തോടുകൂടി തന്നെ ജീവിക്കുക. പ്രണവത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. ഒരു പുതിയ വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.